അമ്മയുടെ വീട് ഏതാ? എവിടെ നിന്ന് വരികയെ? ഞാൻ ദേവകിയമ്മയുടെ മകനാണ്. അജയനോ? അതെ. അജയ. അതെ, നിനക്ക് എന്നെ മനസ്സിലായോ? ഇല്ല, ഞാൻ രാജേന്ദ്രനാണ്. ക്ഷമിക്കണം ചേട്ടാ, കൊച്ചുനാളിലെ നാട് വിട്ട് പോയതുകൊണ്ട് ഈ സ്ഥലവും ആളുകളെയൊക്കെ കണ്ടിട്ട് എനിക്ക് മനസ്സിലാകും. നിന്നെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. അതെ, നീ ഇത്രയും കാലം എവിടെയായിരുന്നു? ഞാൻ പല നാട്ടിലാണ് ജീവിച്ചത്. ഇപ്പൊ എനിക്ക് അമ്മയെ കാണണമെന്ന് തോന്നുന്നു. നിന്റെ കാര്യത്തിൽ ദേവകിയമ്മയ്ക്ക് എന്തുമാത്രം ദുഃഖമുണ്ടെന്ന് നിനക്കറിയാം. ഏതായാലും നീ വന്നല്ലോ, സന്തോഷം. എന്റെ വീട്ടിൽ എന്തൊക്കെയാണ് വിശേഷം? നിന്റെ അച്ഛൻ മരിച്ചു, സഹോദരി കോളേജിൽ പഠിക്കുന്നു, അമ്മ അങ്ങനെ കഴിയുന്നു. അതെ, എന്റെ വീട് അതോ ആ കാണുന്ന വീട് തന്നെ. ഞാനങ്ങോട്ട് ചെല്ലട്ടെ? അമ്മേ, അമ്മേ, അമ്മേ. അമ്മേ, അമ്മേ, അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ അജയനാണ്, കുഞ്ഞുനാളിലെ ഒളിച്ചോടി പോയ അമ്മയുടെ മകൻ. എന്റെ മോനോ? എന്റെ മോൻ വന്നോ? ഈശ്വര. അമ്മേ, നീ അമ്മയ്ക്ക് ഇനിയും സംശയം? സൂക്ഷിച്ചു നോക്കമ്മേ, എന്റെ മുഖത്തേക്ക്, എന്റെ കണ്ണുകളിലേക്ക്. എന്നിട്ട് എന്നെ മോനേന്നൊന്ന് വിളിക്കൂ അമ്മേ. എത്ര വർഷമായി ഞാൻ ആ വിളി ഒന്ന് കേട്ടിട്ട്. എന്റെ മക്കളെ, എന്റെ മോനെ, എന്റെ പൊന്നു മോനെ, നീ ആളാകെ മാറിപ്പോയല്ലോടാ. നിന്റെ ശബ്ദം, നിന്റെ രൂപം എല്ലാം മാറിപ്പോയല്ലോ മോനെ. 20 വർഷം കഴിഞ്ഞില്ലേ അമ്മേ? ഞാനങ്ങ് വളർന്ന് വലുതായില്ലേ അമ്മേ? അതെ. ഇത്രയും നാൾ നീ എവിടായിരുന്നു മോനെ? അമ്മയൊന്ന് തല്ലിയതിന്റെ ദേഷ്യം തീർക്കാൻ 20 വർഷം വേണ്ടിയിരുന്നോ മോനെ? എനിക്ക് മാപ്പ് തരൂ അമ്മേ. എന്റെ തെറ്റ് തിരുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനി എന്നും ഞാൻ എന്റെ അമ്മയുടെ നിഴലിൽ തന്നെ ഉണ്ടായിരിക്കും. സൈമൺ, രാഘവ, എല്ലാരും ഓടി വരും. എന്റെ മോൻ വന്നിരിക്കുന്നു, എന്റെ അജയം വന്നിരിക്കുന്നു. എന്റെ മോൻ വന്നിരിക്കുന്നു, എന്റെ അജയം വന്നിരിക്കുന്നു. ധൂർത്തപുത്രൻ പിതാവിന്റെ പക്കലേക്ക് മടങ്ങിയെത്തിയ പോലെ നഷ്ടപ്പെട്ട മകനിതാ തിരിച്ചെത്തിയിരിക്കുന്നു. പാചകക്കാരെ, കലവറക്കാരെ, ഒട്ടകങ്ങളെയും കാളക്കുട്ടികളെയും കൊല്ലുവിൻ, വീഞ്ഞ ഭരണികൾ പുറത്തെടുക്കുവിൻ. എന്തെന്നാൽ ഇന്ന് വിരുന്നിന്റെ നാളാണ്. നോക്കൂ, ഇതാ നമ്മുടെ മോൻ മടങ്ങി വന്നിരിക്കുന്നു. അച്ഛാ, എനിക്ക് മാപ്പ് തരൂ. അമ്മേ, ഇത് നിന്റെ അനിയത്തി ശ്രീദേവി. ഓ മൈ ഗോഡ്, ഞാൻ ഇവിടുന്ന് പോകുമ്പോ കൊച്ചുടുപ്പോട്ട് ഓടി നടന്നത് എന്റെ അനിയത്തിയാണ് ഇവൾ. അവൾ എവിടെ അമ്മേ? എനിക്ക് ഉടനെ അവളെ കാണണം. ശ്രീദേവി കുഞ്ഞങ്ങ് കോളേജിലാ, ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുക. എങ്കിൽ ഞാൻ ഇന്ന് തന്നെ പോയി അവളെ കാണാം. വേണ്ട മോനെ, മോനിനി എങ്ങും പോകണ്ട. അമ്മ നിന്നെ ഇനി ഒരിടത്തും അയക്കില്ല. അവൻ അകത്തേക്ക് കടന്നപ്പോ വാതിലുകളും കിളിവാതിലുകളും അടച്ചു എന്ന് യഹോ പറഞ്ഞതുപോലെ അമ്മ വാതിലങ്ങ് അടച്ചേക്കണം. ഇങ്ങനെ നീ എനിക്ക് വിളമ്പിത്തരും, അടുക്കളക്കാരി നിനക്ക് വിളമ്പിത്തരും. ഇത് എത്ര കാലം നടക്കൂടാ? അച്ഛൻ പറയാറുള്ളത് പോലെ നടക്കുന്നവരെ നടക്കും. എന്നാലേ ഞാൻ ഈ പതിവങ്ങ് നിർത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുക. നിന്റെ കല്യാണം ഈ വരുന്ന തിരുവോണത്തിന് മുമ്പ് തന്നെ ഞാൻ നടത്തിക്കും. എനിക്ക് കല്യാണം കഴിക്കാനുള്ള ഒരു മൂഡ് വരുന്നില്ല അച്ഛാ. സാവധാനത്തിൽ ആലോചിക്കാം. ഓഹോ, ഷഷ്ടിപൂർത്തിയും കല്യാണവും ഒരുമിച്ച് നടത്താമെന്നായിരിക്കും. ചെലവ് കുറയുമല്ലോ. അതല്ല അച്ഛാ, ഞാൻ കല്യാണം കഴിക്കുന്ന പെണ്ണ് എന്റെ അമ്മയെ പോലെ ക്ഷമയും സഹനശക്തിയുമുള്ള ഒരുത്തിയായിരിക്കണം. നേരെ മറിച്ച് അവൾ ഈ കുടുംബത്തിനോട് തലവേദനായി തീർന്നാലോ? അങ്ങനെ തലവേദന വരുത്താത്ത പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചോളാം. എന്റെ മോതിനെ പറ്റി വിഷമിക്കണ്ട. ഏതായാലും നീ ഇത് ഊണ് കഴിക്കും. രാജകുഞ്ഞ് എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല.
ശ്രീദേവി കുഞ്ഞിനെ കല്യാണം കഴിച്ചു തരാൻ അച്ഛനോട് പറ. നല്ല കാര്യമായി. ഇന്ന് രാവിലെ നടന്ന വഴക്കിന്റെ ചൂട് ഇതുവരെ മാറിയില്ല. ഇപ്പൊ ഇതും പറഞ്ഞ അച്ഛന്റെ അടുത്ത് ചെന്നാലേ അച്ഛൻ തോക്കെടുക്കും. സുരേന്ദ്രൻ, എന്നോട് പിണക്കമാണോ? എന്തിന്? ഞാൻ കാരണം സുരേന്ദ്രൻ വളരെയേറെ അപമാനം സഹിക്കേണ്ടി വന്നു. അടിച്ചു കഴിഞ്ഞിട്ട് തലോടിയിട്ട് എന്താ പ്രയോജനം? ഞാൻ ക്ഷമ ചോദിച്ചല്ലോ, ഇനി അതൊക്കെ മറന്നൂടെ? മറക്കാൻ ശ്രമിക്കുകയാണ്. മറക്കണം. എനിക്ക് വേണ്ടി. ആർക്കു വേണ്ടി? എനിക്ക് വേണ്ടി. അല്ലല്ല, നമുക്ക് വേണ്ടി. ശ്രീദേവി, എന്നെ ഇഷ്ടമാണോ? പരീക്ഷ കഴിഞ്ഞല്ലോ, ഇനി നാട്ടിൽ ചെന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ശത്രുക്കളായി തന്നെ ഭാവിക്കും. കല്യാണം കഴിഞ്ഞാലോ? കല്യാണം കഴിഞ്ഞാൽ നിനക്ക് നല്ല ജോലിയാണ് തരും. അപ്പോ ശങ്കരമേനോൻ ഇത്രയും കാലം അമ്മയെ പെടാപ്പാട് പെടുത്തുകയായിരുന്നു അല്ലേ? എന്നിട്ട് ഇന്നലെ രാജേന്ദ്രൻ എന്തൊരു അഭിനയമാണ് അഭിനയിച്ചത്. രാജേന്ദ്രൻ നല്ലവനാ മോനെ. അവൻ അറിഞ്ഞുകൊണ്ട് യാതൊരു തെറ്റും ഇന്നേവരെ ചെയ്തിട്ടില്ല. എന്നെ എവിടെ വെച്ച് കണ്ടാലും വലിയ സ്നേഹവും സ്വാതന്ത്ര്യവും. അത് വെറും ഒരു അടവാണെങ്കിലോ? അല്ല മോനെ, എനിക്ക് അവനെ നല്ലപോലെ അറിയാം. ഭവാനി ചേച്ചിയുടെ സ്വഭാവം അവന്. അമ്മേ, കുഞ്ഞെ, ഇസഹാക്കിനെ കണ്ട സാറായെ പോലെ മിഴിച്ചു നിൽക്കാതെ ചോട ഉണ്ടെങ്കിൽ പറയണം ഈ ഇരിക്കുന്ന ആരാണ്. കൊച്ചു കാന്താരി, നിനക്കെന്നെ മനസ്സിലായില്ല അല്ലേ? നിന്റെ ചേട്ടനാ മോളെ, നമ്മുടെ അജയൻ. എന്റെ ചേട്ടനോ? ചേട്ടാ, നിന്റെ ചേട്ടൻ എവിടെയും പോയി. എന്റെ ഗുരുവായൂരപ്പ, ഇതിൽപ്പരം ഒരു സന്തോഷം എനിക്കിനി ഉണ്ടാകാനില്ല. അവൻ കണ്ണു തുറക്കും. അന്ന് സന്തതി സന്തതിയെ തിരിച്ചറിയും. ചിതറിപ്പോയ ആട്ടിൻപറ്റങ്ങൾ ഇടയനെ കണ്ടെത്തും എന്ന യഹോവയുടെ തിരുവചനം ഇപ്പൊ ഇവിടെ പൂർത്തിയായില്ലേ അമ്മച്ചി? എന്താ കാലൊളിക്കോ? നോക്കട്ടെ, ഞാൻ തിരുമ്മിത്തരാം. ഇംഗ്ലീഷ് പഠിക്കുന്ന പോലെ അല്ല ചക്രം ചോട്ടുന്നത് കേട്ടോ. വേദന പോയോ? അമ്മേ, ഞാൻ വരട്ടെ.